ഏവർക്കും നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രം ശ്ലോകങ്ങൾ 6-7. രശ്മിവന്തം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം സർവദേവാത്മകോ ഹ്യേഷ തേജസ്വീ രശ്മിഭാവന യേഷ ദേവാസുരഗണാൻ ലോകാൻ പതി ഗവസ്ഥിപി. ആദിത്യ ഹൃദയ സ്തോത്രം ആരംഭിക്കുന്നു. ആദിത്യൻ ആരാണ്? അതിഥിയിൽ നിന്നാണ് ആദിത്യ ജന്മം. രശ്മികളാൽ ആവൃതമായിരിക്കുന്നവൻ, പ്രകാശകിരണങ്ങളുടെ കിരീടമണിഞ്ഞവൻ, ഉദിച്ച് ഉയരുന്നവൻ. ചക്രവാളസീമയിൽ ആദിത്യൻ പ്രത്യക്ഷമാകുമ്പോൾ ദേവന്മാരും അസുരന്മാരും ആദിത്യനെ വന്ദിക്കുന്നു. ലോകത്തിന് മുഴുവൻ ഇതുപോലെ പ്രകാശം പകരുന്ന മറ്റാരാണ് ഉള്ളത്? ആദിത്യൻ ഭാസ്കരനാണ്, പ്രകാശത്തിൻ്റെ ഉറവിടമാണ്. പ്രകാശത്തെ സ്വയം സൃഷ്ടിക്കുന്നവനാണ്. തന്നിൽ നിന്നു തന്നെ പ്രകാശത്തെ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് പകരുകയാണ് ആദിത്യൻ ചെയ്യുന്നത്. പ്രപഞ്ചം, ലോകം നിലനിൽക്കുന്നത് തന്നെ ഈ ആദിത്യ പ്രകാശത്താലാണ്. അതിനാൽ ആദിത്യൻ ഭുവനത്തിൻ്റെ നാഥനുമാണ്, ഭുവനേശ്വരം ആണ്. അനന്തമായ ഈ വെളിച്ചത്തിനെ നാം ആരാധിക്കണം. ഭക്ത്യാദരങ്ങളോടെ ആദിത്യനെ വണങ്ങാൻ ഇനിയുമുണ്ട് കാരണങ്ങൾ. ആദിത്യൻ സർവദേവാത്മകനാണ്. എല്ലാ ദേവതകളുടെയും തേജസ്സിന്റെ സത്ത ആദിത്യനാണ്. തീർച്ചയായും ആദിത്യൻ പ്രകാശത്തിന്റെ മൂർത്തരൂപമാണ്. പ്രകാശിക്കുന്നവരെയാണ് ദേവന്മാർ എന്ന് വിളിക്കുന്നത്. ദേവന്മാരുടെ പ്രകാശം ആദിത്യനാകുന്നു. മാത്രമല്ല തേജസ്വിയുമാണ്. ആരിൽ നിന്നും ആദിത്യൻ പ്രകാശത്തെ കടം കൊള്ളുന്നില്ല. സ്വയം പ്രകാശിക്കുന്നു ആദിത്യൻ. തൻ്റെ പ്രകാശകിരണങ്ങളാൽ ദേവഗണങ്ങളെയും അസുരഗണങ്ങളെയും സംരക്ഷിക്കുന്നത് ആദിത്യനാണ്. ഈ ലോകത്തിൻ്റെ പതിയുമാണ്. എല്ലാത്തിനെയും നിലനിർത്തുന്നതും പോഷിപ്പിക്കുന്നതും ഊർജ്ജസ്വലമാക്കുന്നതും ആദിത്യനാണ്. അതായത് പ്രപഞ്ചത്തിന് സാരമായതാണ് ആദിത്യൻ. ജീവിവർഗങ്ങൾ മാത്രമല്ല, ആകാശഗോളങ്ങളും ദേവതകളുമെല്ലാം ആദിത്യനെ ആശ്രയിച്ച് നിലകൊള്ളുകയാണ്. അതിനാൽ ആദിത്യന്റെ പ്രസക്തി, പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആരാധിക്കുക. പ്രകാശത്തെ ആരാധിക്കുന്ന വ്യക്തി പ്രകാശത്തിലേക്ക് തന്നെ നയിക്കപ്പെടും. താൽക്കാലികമായി വ്യക്തിയിലുണ്ടാകുന്ന നിരാശത, ഉത്കണ്ഠ, വിഷാദം, ചലനരാഹിത്യം, അലസത എന്നിവയെല്ലാം മറികടക്കാൻ ആദിത്യ സ്മരണത്തിലൂടെ നമുക്ക് ആകും.